ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്ക്രീനിൽ ഇതുപോലെ ഗ്രീൻ ഡോട്ട് സിമ്പിൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മൊബൈൽ ഡിസ്പ്ലേയിൽ ഇതുപോലെ ഗ്രീൻ ഡോട്ട് സിമ്പിൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്? എല്ലാവരുടെയും ഡൗട്ട് നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യുന്നത് കൊണ്ടാണോ ഈ ഗ്രീൻ ഡോട്ട് സിമ്പിൾ കാണുന്നതെന്നാണ്. ഈ വീഡിയോയിൽ നമുക്ക് എന്തുകൊണ്ടാണ് മൊബൈൽ ഡിസ്പ്ലേയിൽ ഗ്രീൻ ഡോട്ട് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യുന്നത് കൊണ്ടാണോ, മൊബൈൽ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഗ്രീൻ ഡോട്ട് സിമ്പിൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാം. ഓക്കെ, വീഡിയോയിൽ പോകുന്നതിന് മുൻപായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ മൊബൈലിലെ ചില സെറ്റിങ്സ് ഓണിലിരിക്കുന്നത് കൊണ്ടാണ് മൊബൈൽ ഡിസ്പ്ലേയിൽ ഗ്രീൻ ഡോട്ട് കാണുന്നത്. അത് ഏത് സെറ്റിങ്സ് ആണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മൊബൈൽ ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴും അതിൽ ക്യാമറ ആക്സസ് പെർമിഷൻ ചോദിക്കാറുണ്ട്, അതുപോലെ മൈക്രോഫോൺ ആക്സസ് പെർമിഷൻ ചോദിക്കാറുണ്ട്. നമ്മളപ്പോൾ ഈ പെർമിഷനെല്ലാം അലോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ചില വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും മൈക്രോഫോൺ ആക്സസ് പെർമിഷനും ക്യാമറ ആക്സസ് പെർമിഷനും ചോദിക്കാറുണ്ട്. അത് നമ്മൾ അലോ ചെയ്ത് ആക്ടിവേറ്റ് ആക്കാറുണ്ട്. ഈ മൈക്രോഫോൺ ആൻഡ് ക്യാമറ ആക്സസ് പെർമിഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് കാരണമാണ് നമ്മുടെ മൊബൈൽ ഡിസ്പ്ലേയിൽ ഗ്രീൻ ഡോട്ട് സിമ്പിൾ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, ഈ പെർമിഷൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസോ വെബ്സൈറ്റോ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് മൊബൈൽ ഡിസ്പ്ലേയിൽ ഈ ഗ്രീൻ ഡോട്ട് സിമ്പിൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചില വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പെർമിഷൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ച് അലോ ചെയ്യുക. കാരണം നമ്മൾ ഈ മൈക്രോഫോൺ അല്ലെങ്കിൽ ക്യാമറ ആക്സസ് പെർമിഷൻ അലോ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ആപ്പിൽ നിന്ന് പുറത്തു വന്നാലും ക്യാമറയും മൈക്രോഫോണിൻ്റെ ആക്സസ് ആക്റ്റീവായിരിക്കും. ഇത് കാരണം അവർക്ക് നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കും, നമ്മൾ സംസാരിക്കുന്നതും അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത് കാരണം നമ്മുടെ മൊബൈൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഫസ്റ്റ് നമുക്ക് മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് മുകളിൽ കാണുന്ന 3 ഡോട്ട് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈ സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സെറ്റിങ്സ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ലൊക്കേഷൻ, ക്യാമറ, മൈക്രോഫോൺ എന്ന 3 ഓപ്ഷൻ ഫസ്റ്റ് കാണാൻ സാധിക്കും. ഈ 3 ഓപ്ഷൻസും ക്ലിക്ക് ചെയ്ത് ഈ ഓപ്ഷൻസ് എനേബിളിലിരുന്ന ഡിസനേബിൾ ചെയ്യുക. ഈ ഓപ്ഷൻസ് ഡിസനേബിൾ ചെയ്യുന്നത് കാരണം വെബ്സൈറ്റിലൂടെ നമ്മുടെ മൊബൈൽ ആരെങ്കിലും ഹാക്ക് ചെയ്താൽ ഇനി അത് സാധ്യമാകില്ല. ഇനി വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസിൽ ഈ ഓപ്ഷൻസ് എനേബിളിലാണ് ഇരിക്കേണ്ടത്. സോ ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഡിസ്പ്ലേയിൽ ഗ്രീൻ ഡോട്ട് സിമ്പിൾ ഓട്ടോമാറ്റിക്കലി ഷോ ആകും. ഈ കാരണങ്ങൾ കൊണ്ടാണ് മൊബൈൽ ഡിസ്പ്ലേയിൽ ഈ ഗ്രീൻ ഡോട്ട് സിമ്പിൾ ഷോ ആകുന്നത്. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊബൈൽ ഡിസ്പ്ലേയിൽ ഷോ ആകുന്ന ഗ്രീൻ ഡോട്ടിനെ കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.